നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ഒരു ഇന്നിങ്സിനും 300 റണ്ണിനും വിജയിച്ചിരിക്കുന്നു. അതിഗംഭീരമായ വിജയം. ആദ്യ ഇന്നിങ്സിൽ 152 റണ്ണിന് പുറത്തായ അഫ്ഗാനിസ്ഥാൻ രണ്ടാമത്തെ ഇന്നിങ്സിൽ അത്രയും റൺ അടിച്ചില്ല, 112 റൺ അടിച്ചത്. ആദ്യത്തെ ഇന്നിങ്സിൽ 152, രണ്ടാമത്തെ ഇന്നിങ്സിൽ 112. ഇന്ത്യ ഒരൊറ്റ ഇന്നിങ്സാണ് കളിച്ചത്. ആ ഇന്നിങ്സിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റണ്ണാണ് എടുത്തത്. അങ്ങനെ ഒരു ഇന്നിങ്സിന് 300 റണ്ണിൻ്റെയും വലിയ വിജയം നേടിയിരിക്കുന്നു. ആദ്യ ഇന്നിങ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യയുടെ അരങ്ങേറ്റ ഇടങ്കയ്യൻ സ്പിന്നർ മാനവ് സുതാർ രണ്ടാമത്തെ ഇന്നിങ്സിൽ 1 വിക്കറ്റാണ് അഫ്ഗാനിസ്ഥാൻ്റെ വീഴ്ത്തിയത്. രണ്ടാമത്തെ ഇന്നിങ്സിൽ വാഷിംഗ്ടൺ സുന്ദറാണ് കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത്. 4 വിക്കറ്റാണ് വാഷിംഗ്ടൺ സുന്ദർ വീഴ്ത്തിയത്. കുൽദീപ് യാദവ് 3 വിക്കറ്റ് വീഴ്ത്തി. മുഹമ്മദ് സിറാജ് മറ്റൊരു വിക്കറ്റ് വീഴ്ത്തി. 1 വിക്കറ്റ് മാനവ് സുതാറിനും കിട്ടി. എന്തായാലും 112 റണ്ണിന് അഫ്ഗാനിസ്ഥാനെ എറിഞ്ഞിട്ട ഇന്ത്യ അതിഗംഭീരമായ ഒരു വിജയമാണ് നേടിയത്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഇന്ത്യയുടെ ഒരേ ഇന്നിങ്സാണ് ഇന്ത്യ കളിച്ചത്. ആ ഇന്നിങ്സിൽ KL രാഹുൽ 100 റൺ അടിച്ചു. പിന്നെ ശുഭ്മാൻ ഗിൽ 126 റൺ അടിച്ചു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. സായി സുദർശനും ഋഷഭ് പന്തും 81 റൺ വീതം അടിച്ചു. അങ്ങനെ വാഷിംഗ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ബാറ്റർമാരെല്ലാം തന്നെ ഗംഭീരമായി ബാറ്റ് ചെയ്തു. ബൗൾ ചെയ്തപ്പോഴും വളരെ കൃത്യമായി ഗംഭീരമായിട്ട് തന്നെ ഫാസ്റ്റ് ബോളർമാരും സ്പിന്നർമാരും ബോൾ ചെയ്തു. പ്രസിദ്ധ് കൃഷ്ണ ആദ്യ ഇന്നിങ്സിൽ 3 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. അങ്ങനെ ഫാസ്റ്റ് ബൗളർമാരും സ്പിന്നർമാരും ഒരുപോലെ നന്നായി പന്തെറിഞ്ഞ് അഫ്ഗാനിസ്ഥാനെ വെറും 3 ദിവസം കൊണ്ട്, 3 ദിവസമേ ആയിട്ടുള്ള ടെസ്റ്റ് മാച്ച് തുടങ്ങിയിട്ട് വെറും 3 ദിവസം കൊണ്ട് അഫ്ഗാനിസ്ഥാനെ കീഴടക്കിയിരിക്കുന്നു. ഇത് ഇന്ത്യ പ്രതീക്ഷിച്ചത് തന്നെയാണ്, ഇന്ത്യയുടെ വിജയം. പക്ഷേ ഇത്ര എളുപ്പത്തിൽ അത് നടക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. അഫ്ഗാനിസ്ഥാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ടീമാണ്. എന്നിട്ടും അവരെ ഒരു ഇന്നിങ്സിനും 300 റണ്ണിനും 3 ദിവസത്തിനുള്ളിൽ കീഴടക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു.